സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ഫ്രീ ഫയർ പ്ലേയേഴ്സിൻ്റെ ഐഡിയയും കാര്യങ്ങളും നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ നമ്മൾ ഗീവ് അവേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഗീവ് അവേയിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, പനിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ശബ്ദത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പണ്ടത്തെ പ്ലേയേഴ്സിൻ്റെ ഐഡിയ എടുക്കുന്നത് നമ്മുടെ ഗ്യാൻസുജാൻ്റെ ഓൾഡ് ലൈവിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല, നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്ലെയറിൻ്റെ ഐഡിയ നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ നോക്കുവാണെങ്കിൽ ഗ്യാൻസുജാൻ ഇവിടെ ഒരു നോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്യാൻസുജാനെ പുറകിൽ നിന്നൊരു എനിമി അടിക്കുന്നുണ്ട്. നല്ല ഹെൽത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്യാൻബായ് ഒരു കിടിലൻ ഹെഡ് ഷോട്ടൊക്കെ അടിച്ചൊരു വേറൊരു പ്ലെയറിനെ കൂടി നോക്കിയിട്ടു. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ബാക്കിൽ നിന്ന് അടിച്ച് എനിമി വന്ന് ഗ്യാൻബായുടെ ഒരു കില്ല് കുമ്മിക്കൊണ്ടുപോയി. ആ പ്ലെയറിനെ അടിക്കാൻ പോണ വഴി ആ പ്ലെയർ നമ്മുടെ ഗ്യാൻസുജാനെ നോക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്യാൻസുജാനെ നോക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ ASB എന്ന് പറയുന്ന ഒരു പ്ലെയറിനെയാണ് നമുക്ക് സ്പെക്ക് വന്നേക്കുന്നത്. ആ പ്ലെയറിൻ്റെ ID നമ്മൾ പെട്ടെന്ന് കോപ്പി ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ID കോപ്പി ചെയ്തിട്ടുണ്ട്. ID കോപ്പി ചെയ്ത് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. ആ പ്ലെയറിൻ്റെ ID നമുക്ക് എന്തായാലും പെട്ടെന്ന് അടിക്കാം. ആ പ്ലെയർ ഇപ്പോൾ കളി നിർത്തിയിട്ടുണ്ടോ ഇല്ലയോ അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ അടിച്ച് നോക്കുകയാണെങ്കിൽ ആ പ്ലെയർ കളി നിർത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും ആ പ്ലെയറിൻ്റെ ID പെട്ടെന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ASB 1 2 3 4 5 6 എന്നാണ് ആ പ്ലെയറിൻ്റെ പേരും കാര്യങ്ങളൊക്കെ, മാറ്റിയിട്ടൊന്നുമില്ല. നമ്മൾ BR കരിയറിൽ ഓവർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ടോട്ടൽ 1000-ന് മേളിൽ മാച്ച് കളിച്ചിട്ടുണ്ട്. CS ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നെ എന്താണ് ആ പ്ലെയറിൻ്റെ ഗിൽഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഈ പ്ലെയറിൻ്റെ തന്നെ ഗിൽഡാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലെയർ കളി നിർത്തിയതാവാൻ വഴിയില്ല. ഈ പ്ലെയറിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും പോയതായിരിക്കും. കാരണം ആ സമയത്തൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഗസ്റ്റ് അക്കൗണ്ടിലേക്കാണ് കളിച്ചിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ സക്കൂറ ബാഡ്ജ് മാത്രമേ ഈ പ്ലെയർ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ലൊരു അക്കൗണ്ട് തന്നെയാണ്. എന്തായാലും പ്രത്യേകിച്ച് ഈ പ്ലെയറിൻ്റെ അക്കൗണ്ടിലൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഈ വീഡിയോയുടെ അടുത്ത പ്ലെയറിനെ നമുക്ക് നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാൻബായ് നല്ല അടിപൊളിയായിട്ട് ഒരു എനിമിനെ സ്നൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളി അടിക്കുന്ന അടിയൊന്നും കൊള്ളണില്ല. ആ എനിമിയാണ് നമ്മുടെ ഗ്യാൻബായിനെ പെട്ടെന്ന് നോക്കാക്കിയിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ പെട്ടെന്ന് കില്ല് ഫിനിഷ് ചെയ്തു. അങ്ങനെ നമ്മൾ അഭിഷേകം എന്ന് പറയുന്ന ഒരു പ്ലെയറിനാണ് നമുക്ക് സ്പെക്ക് വന്നിരിക്കുന്നത്. ആ പ്ലെയറാണ് ആ എനിമിക്ക് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 4 കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നല്ല കളിക്കുന്ന പ്ലെയറാണ്. എന്തായാലും നമ്മൾ പറഞ്ഞ് ചളവാക്കണില്ല. നമുക്കെന്തായാലും പെട്ടെന്ന് ആ പ്ലെയറിൻ്റെ ID ഒക്കെ കോപ്പി ചെയ്ത് വെക്കാം. സോ അങ്ങനെ നമ്മൾ ആ പ്ലെയറിൻ്റെ IDയും കാര്യങ്ങളും കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും പെട്ടെന്ന് പോയിട്ട് ID പേസ്റ്റ് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ID പേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അഭിഷേകം എന്ന് തന്നെയാണ് ഇപ്പോഴും ആ പ്ലെയറിൻ്റെ പേര്. എന്തായാലും ഗെയിം നിർത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ പ്ലെയർ കളി നിർത്തിയതായിരിക്കും. രണ്ടാമത് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലെയറിൻ്റെ ID എന്താണ് ഗസ്റ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് പോയതാവാനും സാധ്യതയുണ്ട്. നോക്കുവാണെങ്കിൽ 2 സീസൺ കളിച്ചിട്ടുണ്ട്. 15 ലെവലും 107 ലൈക്കും ഉണ്ട്. നമുക്കെന്തായാലും പ്ലെയറിൻ്റെ ഓവർവ്യൂ പെട്ടെന്നൊന്ന് നോക്കാം. ഓവർവ്യൂ BR കരിയറിൽ നോക്കുവാണെങ്കിൽ സ്ക്വാഡിൽ 48 മാച്ചിൽ 12 വയും, ഡുവോയിൽ 38 മാച്ചും, സോളോയിൽ 26 മാച്ചിൽ 4 ബുയയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു നമ്മുടെ ഗാലറി നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് നോക്കാൻ വേറെ കാര്യമായിട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലെയറിൻ്റെ ID പോയതാവാനാണ് സാധ്യത. ഗസ്റ്റ് അക്കൗണ്ടൊക്കെ ആയിരിക്കും. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നല്ലൊരു ഐഡിയ ഒക്കെയാണ്. ഒരുപാടുപ്പെട്ട എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണ് ഐഡിയ പോകുന്നത്. അവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. എന്തായാലും നമുക്ക് പറഞ്ഞ സമയം കളയില്ല. നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലെ 3ാമത്തെ പ്ലെയറിൻ്റെ ഐഡിയും നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാൻബായ് നമ്മുടെ തറവാട്ടിൽ കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. അവിടെ നമ്മുടെ ഗ്യാൻബായുടെ ടീംമേറ്റും വന്നിട്ടുണ്ട്. അവിടെ അകത്തോട്ട് കയറിയപ്പോൾ ഇതാ ഗൈസ് 2 പേര് നിൽക്കുന്നു. ഗ്യാൻബായ് ഒരുത്തനെ അടിച്ച് നോക്കിയിട്ടുണ്ട്. മറ്റേവനെ അടിക്കാൻ വേണ്ടി പോയപ്പോൾ മറ്റേവൻ നമ്മുടെ ഗ്യാൻബായിനെ അടിച്ച് നോക്കിയിട്ടു. ഗ്യാൻബായുടെ ടീംമേറ്റാണ് കയറി വന്ന് ഒരുത്തനെ നോക്കിയിട്ടു. അവൻ്റെ ടീംമേറ്റിനെ വേറൊരു പ്ലെയർ നോക്കിയിട്ടു. അങ്ങനെ 2 പേര് ഓടിത്തള്ളി കയറി. അതിൽ ഒരുത്തനെയും കൂടി അവൻ നോക്കിയിട്ടു. പിന്നെ ഗ്യാൻബായിനെ കില്ല് ഫിനിഷ് ചെയ്തു. അവൻ്റെ ടീംമേറ്റൊക്കെ പൊട്ടന്മാരാണ്. ഗ്യാൻബായ് അവിടെ കിടന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടീംമേറ്റ് എല്ലാവരും വന്നിട്ടുണ്ട്.
നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നോക്കായി കിടക്കുന്ന ടീംമേറ്റിൻ്റെ ഐ ഡിയാണ്. നമുക്ക് എന്തായാലും ആ പ്ലെയറിൻ്റെ ഐ ഡിയും കാര്യങ്ങളും പെട്ടെന്ന് കോപ്പി ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ആ പ്ലെയറിൻ്റെ ഐ ഡിയും കാര്യങ്ങളും കോപ്പി ചെയ്ത് ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ പ്ലെയറിൻ്റെ ഐ ഡി പെട്ടെന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. ആ പ്ലെയർ ഇപ്പോൾ കളിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. സോ അങ്ങനെ നമ്മൾ ഐ ഡി പേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇപ്പോഴും പേരൊന്നും മാറിയിട്ടില്ല. ബി ഗ്യാനെന്ന് തന്നെയാണ് പേരും കാര്യങ്ങളൊക്കെ. പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലെയർ കളി നിർത്തിയതാനാണ് സാധ്യത. കാരണം ഇത്രയും സീസൺ കളിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്തായാലും ഗസ്റ്റ് അക്കൗണ്ട് ആവാൻ വഴിയില്ല. എന്തായാലും ആ പ്ലെയർ കളി നിർത്തിയത് തന്നെയാണ്. അത്യാവശ്യം നല്ലപോലെ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. 121 ലൈക്കും 39 ലെവലൊക്കെ ഉണ്ട്. പ്ലെയറിൻ്റെ ഗിൽഡും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ ഈ പ്ലെയറിൻ്റെ തന്നെ ഗിൽഡാണ്. പിന്നെ നമുക്ക് ഈ പ്ലെയറിൻ്റെ ഓവർവ്യൂ നോക്കാം. ഓവർവ്യൂവിൽ BR കരിയറിൽ എത്രയാണ് സ്കോഡ് നല്ലപോലെ കളിച്ചിട്ടുണ്ട്. 515 മാച്ചിൽ 74 ബുയയും, ഡുവോയിൽ 230 മാച്ചിൽ 22 ബുയയും, സോളോയിൽ 173 മാച്ചിൽ 11 ബുയയും കാര്യങ്ങൾ ഈ പ്ലെയർ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാത്തിലും നല്ല എലിമിനേഷനും കാര്യങ്ങളൊക്കെ ഈ പ്ലെയർ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്കോഡിൽ 987 എലിമിനേഷനുണ്ട്. പ്ലെയറിൻ്റെ ഗാലറി വീണ്ടും നോക്കുവാണെങ്കിൽ എന്താണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ച് ഈ പ്ലെയറിൻ്റെ ഐ ഡി വേറൊന്നും ഇല്ല നമുക്ക് നോക്കാൻ. എന്തായാലും നമ്മൾ പറഞ്ഞ് സമയം കളയുന്നില്ല. വീഡിയോ നല്ല ലെങ്തി ആവുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും കളി നിർത്തുന്ന കാരണം ബോറാണ്. സോ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത പ്ലെയറിനെ നോക്കാം. ആ പ്ലെയറെങ്കിലും കളിക്കുന്നുണ്ടാവണം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത പ്ലെയറിനെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ എന്താണ് സെബുലാൻ എന്നാണ് ആ പ്ലെയറിൻ്റെ പേര്. ആ പ്ലെയർ ഒരു എനിമീനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ പ്ലെയർ നമ്മുടെ ആ എനിമീനെ കില്ലെടുക്കാൻ വേണ്ടി അകത്തോട്ട് പോണ വഴി ആ എനിമി അടിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ആ പ്ലെയറിനെ. എന്തായാലും പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നമുക്ക് ആ പ്ലെയറിൻ്റെ ഐ ഡി പെട്ടെന്നൊന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഐ ഡി കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ഐ ഡി നമുക്ക് പേസ്റ്റ് ചെയ്ത് നോക്കാം. എവിടെ ആഡ്. അങ്ങനെ നമ്മൾ കോപ്പി ചെയ്ത ഐ ഡി നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോഴും 7 ദിവസം മുന്നേ ലാസ്റ്റ് ഓൺലൈൻ നോക്കുകയാണെങ്കിൽ 81 ലെവലും 7 ഇയർ ഓൾഡ് ടൈറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്താണ് പർപ്പിൾ ഷെയ്ഡ് ഇതൊക്കെ ഉണ്ട്. പ്ലെയറിൻ്റെ ബണ്ടിൽ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കിടിലൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഈ പ്ലെയറിൻ്റെ ഹീറോയ്ക്കും സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ BR മാസ്റ്ററൊക്കെ അടിക്കുന്ന പ്ലെയറാണ്. നമുക്ക് എന്തായാലും CS കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സീസണിലും മാസ്റ്റർ അടിച്ചിട്ടുണ്ട് ഈ സീസൺ ഒഴിച്ച്. പിന്നെ എന്തായാലും കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്ലെയറിൻ്റെ അക്കൗണ്ട്. ആദ്യത്തെ ഒരു കുറച്ച് സീസൺ ഒഴിച്ച് ബാക്കി എല്ലാ സീസണിലും മാസ്റ്റർ അടിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ഈ പ്ലെയർ. പിന്നെ എന്തായിരുന്നു 70,000 ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പ്ലെയറിന്. ഓവർവ്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ BR കരിയറിൽ സ്കോഡിൽ 14,000-ന് മേളിൽ മാച്ച് കളിച്ചു. അതിൽ 2,900 വിൻസും. ഡുവോയിലാണ് സോളോ ഈ പ്ലെയർ അധികം കളിക്കാറില്ലെന്ന് തോന്നുന്നു. വളരെ കുറച്ച് കളിയേ കളിച്ചിട്ടുള്ളൂ. എന്താണ് ക്ലാഷ് കോഡ് നോക്കുവാണെങ്കിൽ 17,000-അധികം മാച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. അതിൽ 9,000-ൽ കൂടുതൽ വിൻസ്, 83,000 കിൽസും കാര്യങ്ങളും ഈ പ്ലെയർ എടുത്തിട്ടുണ്ട്. KD റേറ്റ് 1.8 വെപ്പൺസ് നോക്കുവാണെങ്കിൽ എന്താണ് P90 നല്ലൊരു സ്കിന്നുണ്ട്. പോക്കർ MP40 സ്കാറൊക്കെ ഉണ്ട് ഈ പ്ലെയറിൻ്റെ കയ്യിൽ. ഇവോ സ്കാറൊക്കെ അത്യാവശ്യം പൈസ പൊട്ടിക്കുന്ന പ്ലെയറാണ്. പിന്നെ എന്താണ് പ്ലെയർ ഗിൽഡിലും കാര്യങ്ങളൊന്നുമില്ല. ഈ പ്ലെയറിൻ്റെ വിഷ് ലിസ്റ്റും കാര്യങ്ങളും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ലെജൻഡറി ബണ്ടിലൊക്കെയാണ് വിഷ് ലിസ്റ്റ് ഇട്ടേക്കുന്നത്. പിന്നെ 90 ലെവൽ ബ്ലൂ വാളും 100 ലെവലിൻ്റെ ഇമോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പ്ലെയറിൻ്റെ അക്കൗണ്ടിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അത്യാവശ്യം ഓൾഡ് പ്ലെയർ തന്നെയാണ്. കുറച്ച് ടോപ്പ് ഒക്കെ ചെയ്യുന്ന പ്ലെയറാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ വീഡിയോയിലെ അടുത്ത പ്ലെയറിനെ നോക്കാം. സോ അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാൻബായ് ഒരു എനിമീനെ AK വെച്ച് നല്ലപോലെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വെടിവെക്കണം ഒരടി കൊണ്ടു, തലക്കെട്ട് കൊണ്ടു. പിന്നെ അടിക്കാൻ ശ്രമിക്കുന്ന ഒരടി പോലും ആ എനിമിക്കെട്ട് കൊള്ളാനുള്ള. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ എനിമി നല്ലപോലെ ഗ്യാൻബായ്ക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു എനിമി കറങ്ങി വന്ന് നമ്മുടെ ഗ്യാൻബായിനെ അടിച്ച് നോക്കിയിട്ടിട്ടുണ്ട്. ആ എനിമിയാണ് പെട്ടെന്ന് ചാടി വന്ന് നമ്മുടെ ഗ്യാൻബായിനെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ എനിമീനെ നമ്മുടെ ടീംമേറ്റ് നോക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഈ ടീംമേറ്റിൻ്റെ ഐ ഡിയാണ്. സോ അങ്ങനെ നമ്മൾ ആ ടീംമേറ്റിൻ്റെ ഐ ഡിയും കാര്യങ്ങളും കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഐ ഡി പേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ പേസ്റ്റ് ചെയ്ത് പോയി. നോക്കുവാണെങ്കിൽ ലോഡ് FF എന്നാണ് ആ പ്ലെയറിൻ്റെ പേര്. 2 മണിക്കൂർ മുന്നേ ഗെയിം കളിച്ചിട്ടുണ്ട്. നമ്മൾ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ 4th ലൈറ്റിൻ്റെ ഗോൾഡൻ ലൈറ്റ് ഒക്കെ ഉണ്ട് ഈ പ്ലെയറിൻ്റെ കയ്യിൽ. അത്യാവശ്യം 6th ലൈറ്റ് ഒക്കെ ഉണ്ട് ഈ പ്ലെയറിൻ്റെ കയ്യിൽ. 7th
എലൈറ്റ് പാസസ് ഒക്കെ നോക്കുവാണെങ്കിൽ ബുയാ പാസും കുറച്ച് എടുത്തിട്ടുണ്ട്. എലൈറ്റ് പാസും നല്ലപോലെയൊക്കെ എടുത്തിട്ടുണ്ട് ഈ പ്ലെയർ. 4th ലൈറ്റ്, 5th ലൈറ്റ്, 6th ലൈറ്റ്, 7th ലൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ പ്ലെയർ. കൊള്ളാം, അക്കൗണ്ടൊക്കെ അടിപൊളിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ പ്ലെയർ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നോക്കുവാണെങ്കിൽ ഏഷ്യൻ സ്കാർഫൊക്കെയാണ് ഈ പ്ലെയറിൻ്റെ കയ്യിൽ. ഓക്കെ, എന്തായാലും ഉണ്ടാവും. പിന്നെ 12,000 ലൈക്കും 68 ലെവലും കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലെയറിനുള്ളത്. പിന്നെ വേറെ നോക്കുവാണെങ്കിൽ പ്രൈം ലെവൽ 5 ആണ്. ഗിൽഡും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ GW സ്പോർട്സ് എന്ന് പറയുന്നൊരു ഗിൽഡാണ്. ഗിൽഡ് ലീഡറിനെ നോക്കുവാണെങ്കിൽ ലോഡ് FF എന്നാണ്. എനിക്ക് തോന്നുന്നത് ഈ പ്ലെയറിൻ്റെ 2ാമത്തെ അക്കൗണ്ടാണെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ആ പ്ലെയറിൻ്റെ 2ാമത്തെ അക്കൗണ്ടും കൂടി ഇൻസ്പെക്ട് ചെയ്ത് നോക്കാമായിരുന്നു. സോ അങ്ങനെ നമ്മൾ ആ 2ാമത്തെ ഐഡിയും കൂടി ഇൻസ്പെക്ട് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലൈറ്റിന് ഗോൾഡൻ ലൈറ്റ് ഉണ്ട്. നമ്മുടെ ഗോൾഡൻ ക്രിമിനലൊക്കെ എടുത്തിട്ടുണ്ട്. ബുയാ പാസ് എല്ലാം എടുക്കുന്നത് എന്തായാലും ഗോൾഡൻ മഞ്ഞ കളറിൽ ഫസ്റ്റ് ലൈറ്റ് എടുത്തിട്ടുണ്ട്. വേറെ ലൈറ്റ് ഒന്നും പുള്ളി എടുത്തിട്ടില്ല. BR കരിയറിൽ നോക്കുവാണെങ്കിൽ 6400 മാച്ച് കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. അതിൽ 1300 വിൻസും, ഡുവോയിൽ 1400 മാച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. സോളോ 1300. CS കരിയറിൽ നോക്കുവാണെങ്കിൽ 1500. CS കളിക്കുന്ന വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. പിന്നെ നല്ലപോലെ കളിച്ചിട്ടുണ്ട്. കളിക്കണ മാച്ചൊക്കെ വരുന്നപ്പോൾ തന്നെ ബുയ അടിക്കുന്നുണ്ട്. ഗാലറിയിൽ തന്നെ നമുക്ക് തിരിച്ചു വരാം. നോക്കുവാണെങ്കിൽ ഹീറോയ്ക്ക് എത്ര അടിച്ചിട്ടുണ്ട്? 2 സീസൺ മാസ്റ്റർ അടിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഹീറോയ്ക്കാണ്. CS-ലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ പ്രത്യേകിച്ച് ഈ പ്ലെയറിൻ്റെ അക്കൗണ്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും വെപ്പൺ നോക്കാം. വെപ്പൺ നോക്കുവാണെങ്കിൽ ക്യൂപ്പിഡ് സ്കാറും കാര്യങ്ങളൊക്കെ കാണാം. എർത്തം ഫോർ എവൺ M80 സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല. പിന്നെ വിഷ് ലിസ്റ്റ് നമുക്ക് എന്തായാലും നോക്കാം. എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്. ഈ പ്ലെയറിനെ കൂടി നോക്കാം. വിഷ് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ പണ്ടത്തെ, അതായത് പണ്ട് ഡയമണ്ട് റോയലും നമ്മുടെ ഇൻക്യുബേറ്ററും പോട്ടെ, മാജിക് ക്യൂബിലൊക്കെ കൊടുത്ത ഒരു പെണ്ണിൻ്റെ ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് വിഷ് ലിസ്റ്റ് വെച്ചേക്കുന്നത്. പിന്നെ ഒരു അറൈവൽ ആനിമേഷനൊക്കെ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കാണാം. പിന്നെ പ്രത്യേകിച്ച് ഈ പ്ലെയറിൻ്റെ അക്കൗണ്ട് വേറൊന്നും നമുക്ക് കാണാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലെയറിൻ്റെ അക്കൗണ്ട് ബാക്ക് അടിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത പ്ലെയറിനെയും കൂടി നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ പ്ലെയറിൻ്റെ ഐഡിയും കാര്യങ്ങളും നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഗാൻബായ് ഇവിടെ ഒരു പൊട്ടൻ എനിമീനെ അടിച്ച് നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവനെ നോക്കിയിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ടീമേറ്റാണ് അവിടെ കിടന്ന് അലറുന്നുണ്ട്. റിവൈവ് എന്ന് പറഞ്ഞാൽ കിടന്ന് ചിന്തിക്കണമെന്ന് എന്തുകൊണ്ടൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഗാൻബായ് അവിടുത്തെ എനിമീനെ ശ്രദ്ധിച്ചിട്ടില്ല. പുള്ളിയൊന്ന് റിവൈവ് ചെയ്യണ വഴിക്ക് അവിടെ മരത്തിന് സൈഡ് ചെയ്യുന്ന എനിമിയാണ്. ഗാൻബായിനെ അടിച്ച് നോക്കി കാര്യങ്ങളൊക്കെ, അതായത് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ പ്ലെയറിൻ്റെ ഐഡിയും കാര്യങ്ങളും പെട്ടെന്ന് കോപ്പി ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ആ പ്ലെയറിൻ്റെ ഐഡിയും കാര്യങ്ങളും കോപ്പി ചെയ്ത് ഗെയിമിലോട്ട് വന്നിട്ട് ആ പ്ലെയറിൻ്റെ ഐഡി നമുക്കൊന്ന് അടിച്ച് നോക്കാം. ഈ പ്ലെയർ നോക്കുവാണെങ്കിൽ ഈ പ്ലെയർ ഇപ്പോഴും കളിക്കുന്നുണ്ട്. പാർത്തുന്നാണ്. ഓൺലൈനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും കുറച്ച് റിക്വസ്റ്റ് ഇട്ട് നോക്കാം, അക്സെപ്റ്റ് ചെയ്യാൻ നോക്കാം പുള്ളി. ഓക്കെ, എന്തായാലും അക്സെപ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ആ പ്ലെയറിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളും എടുത്ത് നോക്കുവാണെങ്കിൽ 9000 ലൈക്കും 71 ലെവലും ഫസ്റ്റ് ലൈറ്റിൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. നിയോൺ ക്രിമിനലൊക്കെ ഉണ്ട്. ഇവോ ഗൺ സ്കിൻസ് ഒക്കെ ഉണ്ട് ഈ പ്ലെയറിൻ്റെ കയ്യിൽ. സോ 7 year old ടൈറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എലൈറ്റ് പാസിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ബുയാ പാസ് ഒന്നും എടുത്തിട്ടില്ല ഈ പ്ലെയർ. ഓക്കെ, എടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ 2 ബുയാ പാസ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ആദ്യത്തെ 2 എലൈറ്റ് പാസ് അത്യാവശ്യം നല്ലപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഈ പ്ലെയർ. ഓക്കെ, പണ്ടത്തെ ലൈറ്റ് ഒന്നും എടുത്തിട്ടില്ല. സക്കുറ ബാഡ്ജ് ഓക്കെ, ഫസ്റ്റ് ലൈറ്റും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ പ്ലെയർ ഫസ്റ്റ് ലൈറ്റ് റിട്ടേൺ വന്ന സമയത്ത് കറക്കി എടുത്തതാവാനാണ് സാധ്യത. പ്രൈം ലെവൽ 6 കാര്യങ്ങളൊക്കെയാണ്. ഓവർവ്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ BR കരിയർ എടുത്ത് നോക്കുമ്പോൾ സ്കോഡ് മാച്ച് 10,000 സംതിങ് കളിച്ചതിൽ 1800 ബുയയും, ഡുവോ 1400 മാച്ചിൽ 1605 ബുയയും, സോളോ 801 മാച്ചും കാര്യങ്ങൾ കളിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ക്ലാഷ് കോളിൽ CS കരിയർ എടുത്ത് നോക്കുവാണെങ്കിൽ 2000 മാച്ചും 1500 ബുയയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ കളിക്കണ പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വെപ്പണും കാര്യങ്ങളും എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഗൺ സ്കിൻസും കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. ട്രോപ്പിക്കൽ പാരറ്റ് M80 നമ്മുടെ ഇതിലെ ആദ്യത്തെ സ്കിന്നാണ്, M80യുടെ ലെജൻഡറി. പിന്നെ വിഷ് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രീ ആയിട്ട് പണ്ട് കൊടുത്ത നാറൂട്ടോൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഗിൽഡും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഈ പ്ലെയറിൻ്റെ ഗിൽഡിലല്ല ഈ പ്ലെയർ നിൽക്കുന്നത്, വേറെ ആരുടെ ഗിൽഡിലാണ്. എന്തായാലും നല്ല അക്കൗണ്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിയോൺ ഗെയിമുകളൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.
പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റൂട്ട് 1K ആണ്, ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം വീഡിയോയ്ക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിൽ പറയുക. പനിയൊക്കെ ആയതുകൊണ്ടാണ്, ഇത്തിരി ശോകമാണ്. പിന്നെ എല്ലാവർക്കും അവധിയൊക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1K അടിച്ച് കഴിഞ്ഞ് ഈ അവധിക്ക് നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളതിൽ ഗീവ് അവേയും കാര്യങ്ങളൊക്കെ കൊടുക്കും, കസ്റ്റവും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ എല്ലാവർക്കും എന്നെ ഫ്രണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ റിക്വസ്റ്റ് ഇട്ടിട്ട് നിങ്ങളുടെ പേര് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാവരും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. എനിക്കങ്ങനെ വേറെ യൂട്യൂബേഴ്സിനെ പോലെ ഒന്നുമില്ല, നമ്മൾ വലിയ ഫേമസ് ഒന്നും അല്ല. എന്നാലും നിങ്ങൾക്ക് ഇടുവാണെന്ന് എന്തായാലും അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് കളിക്കുകയൊക്കെ ചെയ്യാം. സോ എന്തായാലും നമ്മൾ പറഞ്ഞിത്തിരി ചളവാക്കുന്നില്ല. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ പ്രചോദനം. സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.